ആദ്യം തന്നെ ഒരു പരീക്ഷാ ഹാൾ ആണ് കാണിക്കുന്നത്. 10ാം ക്ലാസ്സിന്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പുറത്തു നിന്നും ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി എന്തൊക്കെയോ പുറത്തേക്ക് കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. ഇത് കണ്ട് പരീക്ഷാ ഹാളിലെ മാഷ് അവളെ വഴക്കു പറയുന്നു. പിന്നീട് കുഞ്ഞിന്റെ കരച്ചിൽ നിർത്താതായപ്പോൾ അവളോട് മാഷ് ചോദിക്കുന്നു എന്താ ഇത് എന്ന്. അപ്പോൾ അവൾ പറയുന്നു എന്റെ ചേച്ചിയാണ് എന്ന്. മാഷ് പുറത്തേക്ക് വന്ന് ചേച്ചിയോട് സംസാരിക്കുമ്പോൾ ഇത് 10ാം ക്ലാസ് ബിയിൽ പഠിക്കുന്ന കലയുടെ കുഞ്ഞാണ് എന്ന് ആ ചേച്ചി പറയുന്നു. ഇത് കേട്ട് മാഷ് അന്തിച്ചു നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് ആംഗ്യം കാണിക്കുന്നു പുറത്തേക്ക് പോയിക്കോളൂ എന്ന്. അവൾ കുഞ്ഞിനെ വന്ന് പാല് കൊടുക്കുന്നുണ്ട്. ആ മാഷുടെ അടുത്ത് ഒരു പത്ര റിപ്പോർട്ടർ വരുന്നു. തനിക്ക് ഒരു കഥ വേണമെന്നും അയാൾ പറയുമ്പോൾ ഗ്രാമത്തിലെ കഥ ഉണ്ടെന്നും അത് ഒരു അനുഭവ കഥയാണെന്നും അയാൾ പറയുന്നു. അങ്ങനെ ആ കഥ അയാൾ വായിച്ചു കേൾപ്പിക്കുകയാണ്. കല എന്ന പെൺകുട്ടിക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല. മുത്തശ്ശിയും മുത്തശ്ശനും ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവുമായിരുന്നു അവളെ നോക്കിയിരുന്നത്. ചേച്ചിയുടെ ഭർത്താവാണ് ആ കുടുംബം നടത്തിക്കൊണ്ടു പോയിരുന്നത്. കലയെ ആ ഗ്രാമവാസികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. ചേച്ചിയുടെ ഭർത്താവ് ഭരതനാണ് അവളെ ദിവസേന സ്കൂളിലാക്കുന്നതും കൊണ്ടുവരുന്നതും. നല്ലവണ്ണം പഠിച്ചിരുന്ന കല ടീച്ചർമാർക്കും സ്കൂളിനും അഭിമാനമായിരുന്നു. കൊച്ചുകുട്ടികളെ പോലെ കളിച്ചും ചിരിച്ചും അവൾ ആ വീട്ടിൽ സന്തോഷത്തോടും സ്വാതന്ത്ര്യത്തോടു കൂടെ തന്നെ ജീവിച്ചു പോരുകയായിരുന്നു. ചേച്ചി നീലയ്ക്കും ഭരതനും കുട്ടികൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ വിഷമം തീർത്തിരുന്നത് കലയിലായിരുന്നു. അവർ സ്വന്തം മകളെ പോലെ തന്നെ കലയെ സ്നേഹിച്ചു പോന്നു. അങ്ങനെ സന്തോഷത്തോടുകൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആ വീട്ടിൽ വീണ്ടും ഒരു സന്തോഷം കൂടി ഉണ്ടാവുന്നു. അവൾ ആദ്യമായി പീരിയഡ്സ് ആവുകയാണ്. അതിൽ എല്ലാവരും വളരെ സന്തോഷമായിരിക്കുകയും ഭരതൻ അവൾ വെള്ളിപ്പാദസരം സമ്മാനമായി നൽകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭരതന്റെ അമ്മയും പെങ്ങളും വന്ന് ആ വീട്ടിൽ വഴക്കുണ്ടാക്കുകയും നീലയെ പ്രസവിക്കാത്തവൾ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് കേട്ട് വിഷമത്തോടെ അവൾ ഭരതനോട് പറയുന്നു നമ്മൾക്ക് എന്തായാലും ഒരു കുഞ്ഞു വേണമെന്നും നമ്മൾക്ക് ഡോക്ടറെ കാണാമെന്നും അവൾ പറയുന്നു. അങ്ങനെ പട്ടണത്തിലുള്ള ഒരു ഡോക്ടറുടെ അടുത്ത് അവർ ചെല്ലുന്നു. അപ്പോൾ ഭരതന്റെയും നീലയുടെയും റിസൾട്ട് കണ്ട് ഭരതനല്ല പ്രശ്നം നീലയ്ക്കാണ് എന്നും ആ ഡോക്ടർ പറയുന്നു. ഇത് കേട്ട് ഭരതൻ അവിടെ നിന്നും പിണങ്ങി പോകുന്നു. അവൻ പിന്നീട് മാസങ്ങളോളം ആ വീട്ടിലേക്ക് വരുന്നേയില്ല. പിന്നീട് അവർ വളരെ ബുദ്ധിമുട്ടിയായിരുന്നു ജീവിതം തള്ളി നീക്കിയിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഭരതൻ മുറ്റത്ത് കിടക്കുന്നതും അവൾ കാണുന്നു. അയാൾ നല്ലവണ്ണം കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അവരുടെ ജീവിതം മാറി മറിയുകയാണ്. അയാൾ കുടിയും വലിയുമായി വളരെ വൃത്തികെട്ട രൂപത്തിൽ ജീവിക്കുകയും എല്ലായിടത്തും അടിയുണ്ടാക്കുകയും ചെയ്യുന്നു. പലയിടത്തു നിന്നും കല അയാളെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അയാൾ പലപ്പോഴും നീലയോട് വഴക്കിടുകയും അവളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. താൻ വേറെ പെണ്ണ് കെട്ടും എന്നും അതിൽ തനിക്ക് മക്കൾ ഉണ്ടാകുമെന്നും അയാൾ അവളോട് പറയുന്നു. അവളെ മച്ചിയാണെന്ന് വിളിച്ച് പരിഹസിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നീല വിഷമത്തോടെ ഒരു തീരുമാനമെടുക്കുന്നു. പുറത്തുപോയി അയാൾ പെണ്ണെട്ടിയാൽ തനിക്ക് അയാളെ നഷ്ടപ്പെടുമെന്നും തന്റെ അനിയത്തിയെ തന്നെ അയാളെ കൊണ്ട് കെട്ടിക്കാമെന്നും അവൾ തീരുമാനിക്കുന്നു. അങ്ങനെ നീല മുത്തശ്ശിയോടും മുത്തശ്ശനോടും കാര്യം പറയുമ്പോൾ അവരും എതിർക്കുന്നുണ്ട്. അങ്ങനെ സ്കൂളിൽ പോകുന്ന ഒരു ദിവസം നീല അവളോട് കാര്യങ്ങൾ സംസാരിക്കും. ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത കല അന്തിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ചേച്ചി പറയുന്നത് താൻ അനുസരിക്കാമെന്ന് അവൾ പറയുന്നു. അങ്ങനെ ഒരു ദിവസം അവൾ കലയുടെ സ്കൂളിലേക്ക് പോക്ക് നിർത്തുന്നു. കല്യാണ വേഷത്തിൽ അവളെ സിന്ദൂരമെല്ലാം തൊടിച്ച് നീല 14 വയസ്സുള്ള ആ പെൺകുട്ടിയെ തന്റെ ഭർത്താവിന്റെ റൂമിലേക്ക് അയക്കുന്നു. ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് കാണാൻ ഒന്ന് സെർച്ച് ചെയ്തേക്കണേ.